ആകാശവാണി. ആത്മബന്ധനങ്ങളുടെ വീട് നാടകം. രചന ഉന്മേഷ് മാപ്പിളശ്ശേരി. സംവിധാനം മാത്യു ജോസഫ്. ശബ്ദം നൽകുന്നവർ KC കരുണാകരൻ പേരാമ്പ്ര, VK രവി കൊയിലാണ്ടി, M വിനീന്ദ്രൻ, കോടേരി ലക്ഷ്മി, RS ദിവ്യ. ആത്മബന്ധനങ്ങളുടെ വീട്. ആ അച്ഛാ, പുറത്തതാ കൃഷ്ണേട്ടനാന്ന് തോന്നുന്നു വിളിക്കുന്നത്. ഒന്ന് വരാന്തയിലേക്ക് ചെല്ലൂ. അച്ഛനിനി സംസാരിച്ചിരിക്കാൻ ആളായല്ലോ അല്ലേ? കൃഷ്ണ, നീ ഉമ്മറത്തേക്ക് കയറിയിരുന്നോളൂ. ഞാനിതാ എത്തി. പണ്ടത്തെ പോലെ ഓടിച്ചാടി എത്താണെന്ന് കഴിയില്ലല്ലോ കൃഷ്ണ, പ്രായമായില്ലേ. കൃഷ്ണ, കത്ത് വല്ലതുണ്ടോ ഇന്ന്? കത്തോ? എന്റെ ദാസേട്ടാ, നല്ല കാര്യായി. നിങ്ങൾക്കുള്ള കത്ത് വരവൊക്കെ നിന്നിട്ട് കാലം എത്രയായി. ഇതാ ഒരു അധ്യാപക ലോകം വന്നിട്ടുണ്ട്, അത് പിടിച്ചോ. ശരിയാ, അതൊക്കെ എന്നേ നിലച്ചു പോയിരിക്കുന്നു. അന്നൊക്കെ എത്രയെത്ര കത്തുകളാ വന്നിരുന്നത്. കരയിപ്പിച്ചും ചിരിപ്പിച്ചും ആശങ്കപ്പെടുത്തിയും ഒക്കെ എത്രയെത്ര കത്തുകൾ. കാലം മാറിയ കൂട്ടത്തിൽ അതും അങ്ങ് മാറി. അതെ അതെ, കുന്നേൽ വീട്, കണിച്ചുകുളങ്ങര PO, ഈ വിലാസത്തിൽ ഞാൻ എത്ര തപാലുരുപ്പടികൾ ഇവിടെ തന്നുപോയിരിക്കുന്നു. ദാസേട്ടാ, ഇല്ലൻഡിലും പോസ്റ്റ് കവറിലൊന്നും ആർക്കും ഇപ്പൊ കത്തുകൾ വരാറില്ല. ഇത് കണ്ടില്ലേ, ഫോൺ ബില്ലും ATM കാർഡും ഇതൊക്കെ വിതരണം ചെയ്യല ഇപ്പോഴത്തെ എന്റെ പണി. ഞാൻ ഓർക്കാ ദാസേട്ടാ, അമ്പലപ്പറമ്പ് വഴി നാരായണൻ നായരുടെ വീട്ടിൽ കയറി കയ്യാല ചാടി ചെറിയ അമ്മൂട്ടി അമ്മയ്ക്കും നട്ടയിലെ രാമൻ വക്കീലിന് കത്ത് കൊടുത്തിട്ട് ഞാൻ ഈ പടിക്കൽ കാലെടുത്ത് കുത്തിയാ മതി, മനുക്കുട്ടൻ ഓടി വരും ഡൈജസ്റ്റ് എത്തിയോ എന്നറിയാൻ. കത്തുകളും കവറുകളും ഒക്കെ ഞാൻ ഈ സിമന്റ് തിണ്ണയിൽ നിരത്തി വെക്കും. എല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് ജാനകി എടുത്തി ഒരു മുന്ത സംഭാരവുമായി വരും. ഇപ്പൊ കത്തുകളുമില്ല, ജാനകി എടുത്തിയുമില്ല, കറിവേപ്പില മണമുറ്റിയ ആ സംഭാരവുമില്ല. മതി മതി മതി, പഴംപുരാണം പറഞ്ഞ് കൃഷ്ണ താൻ എന്നെയും ആ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ജാനകി പോയ ശേഷം ഈ വീടാകെ മാറിപ്പോയികളോ, ആകെ ഇരുട്ടായിപ്പോയി. ചുവരുകൾക്ക് എത്ര വെള്ള പൂശിയാലും ഇടനാഴികളിൽ എത്ര വിളക്കുകൾ തെളിയിച്ചാലും പ്രകാശിക്കാത്ത കൂരിരുട്ടിലായിപ്പോയി ഈ വീടും തൊടിയുമെല്ലാം. ശരിയാ, തൊടി കയറിയാൽ ആൾതാമസം ഉണ്ടെന്ന് കൂടി പറയില്ല. കൃഷ്ണ, നിനക്കറിയാലോ എന്റെ സ്ഥിതി. ഇപ്പോ വലത്തെ കാലിനും കൂടിയായി മരവിപ്പ്. എത്ര സമയമെടുത്തിട്ടാ മുറിയിന്ന് വരാന്ത വരെ ഞാൻ എത്തുന്നതെന്ന് നിനക്കറിയോ? ഒരു ഗ്ലാസ് വെള്ളം കിട്ടണമെങ്കിൽ മനു ജോലി കഴിഞ്ഞെത്തണം. പിന്നെ വല്ലപ്പോഴും ആ ഗൗരിയുടെ മോള് വന്ന് ഒന്ന് തൂത്ത് വൃത്തിയാക്കി തന്നാലായി. എന്റെ ജാനകി എത്ര വൃത്തിയായി നോക്കിയ വീടും തൊടിയുമാ. മുകളിലിരുന്ന് അവളിതൊക്കെ കണ്ട് സങ്കടപ്പെടുന്നുണ്ടാവും. അതെ ദാസേട്ടാ, നമുക്ക് മനുവിനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കണ്ടേ? ചെക്കന് 10-28 വയസ്സായില്ലേ? വേണം വേണം, ശ്രമിക്കാഞ്ഞിട്ടല്ല. കൃഷ്ണൻ അറിയാലോ, ശുദ്ധജാതകക്കാർക്ക് വിവാഹം നടക്കാൻ നല്ല ബുദ്ധിമുട്ടല്ലേ. കൃഷ്ണ, ഇപ്പോ ഒന്ന് ശരിയായി വന്നിട്ടുണ്ട്. മനക്കാട്ടെ ബാലേന്ദ്രൻ കോൺട്രാക്ടറുടെ മകളില്ലേ, ആ ഇളയ കുട്ടി, അത് ഏതാണ്ട് ഉറച്ച മട്ട. 1-2 ആളുകൾ വന്നു പോയി. പക്ഷെ എന്തോ ഒരു തടസ്സമുള്ളതുപോലെ എനിക്ക് തോന്നുക. ഒരു തടസ്സമില്ല ദാസേട്ടൻ, ഓരോന്ന് ആലോചിച്ച് ഇനി തലമുണ്ടാക്കണ്ട. ജാതകപ്പൊരുത്തുണ്ടല്ലോ, അത് തന്നെ ധാരാളം. നമുക്കിത് നടത്തണം. ആ കുട്ടി ബാംഗ്ലൂരല്ലേ വളർന്നത്, പഠിച്ചതൊക്കെ എനിക്കറിയാവുന്നതാ. എല്ലാം ഭഗവാൻ നടത്തി തരട്ടെ. ഹായ് രമ്യ, ഒരുപാട് നേരമായി വന്നിട്ട്. ആ ടൗൺ ഹാളിനടുത്ത് നല്ല ബ്ലോക്കാടോ. സോറി കേട്ടോ. ഹായ് മനു, ഞാൻ എത്തിയിട്ട് 5 മിനിറ്റേ ആയുള്ളൂ. ആണോ? പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് കേട്ടോ. നമ്മുടെ രണ്ടാളുടെയും കാര്യമാടോ. അതിപ്പോ ഏതാണ്ട് ഉറച്ച മട്ടാ. ഇതെന്റെ ജന്മമാസമല്ലേ, അടുത്ത മാസം വിവാഹം നടത്താനാ അച്ഛൻ പറയുന്നത്. അതിനു മുമ്പ് പേരിനൊരു ഉറപ്പിക്കലും വേണം. അല്ല, തനിക്കിതെന്തു പറ്റി? സുഖമില്ലേ? വന്നപ്പോൾ മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നു. എന്താടോ പ്രശ്നം? മനക്കാട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
ഇപ്പൊ തന്നെ കാണണമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഇപ്പൊ എന്തെങ്ങനെ? അത് പിന്നെ രമ്യ, എന്താണെങ്കിലും പറയൂ, വെറുതെ മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കാതെ. അത് മനു, നമ്മുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് എന്റെ വീട്ടിലൊരു ഇഷ്യൂ ഉണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ടു? എന്ത് പ്രശ്നം? അത് മനക്കാട്ടുകാർക്കെല്ലാം ബോധിച്ചു മനുവിനെ, മനുവിന്റെ ജോലിയുമെല്ലാം. പക്ഷേ ബാംഗ്ലൂരുള്ള എന്റെ അമ്മാവന്മാർക്ക് ആർക്കും മനുവിന്റെ ആ പഴയ വീടുണ്ടല്ലോ, അത് തീരെ ഇഷ്ടായിട്ടില്ല. തീരെ പഴഞ്ചനാണെന്നാ അവര് പറയുന്നത്. മാത്രമല്ല കാലപ്പഴക്കം കൊണ്ട് പൊളിഞ്ഞു വീണാലോ എന്നൊക്കെ. കൊള്ളാം, ഇതാണോ കാര്യം? എന്താ രമ്യ, ആ വീടിന് ഏകദേശം 150 കൊല്ലത്തെ പഴക്കമുണ്ടെന്നുള്ളത് നേരാ. പക്ഷേ കാലാകാലം എൻ്റെ അച്ഛനത് മെയിൻ്റനൻസ് ചെയ്ത് നല്ല കിടിലനാക്കിയല്ലേ ഇട്ടിരിക്കുന്നത്. ഒരു വിലക്കുറവില്ല കേട്ടോ. അതൊക്കെ ശരി തന്നെ. പക്ഷേ അമ്മായി പറയുന്നത് മുറികളൊക്കെ വളരെ ചെറുതാണെന്നാണല്ലോ. മാത്രോ മുകളിലാണെങ്കിൽ ഓടും. കള്ളന്മാർ ഓടുപൊക്കി വീട്ടിൽ കയറുന്ന കാലല്ലേ ഇത്? രമ്യ, എൻ്റെ അച്ഛനും ഞാനും ഒക്കെ ജനിച്ചു വളർന്ന വീടാണത്. ഇത്രയും കാലത്തിനിടയിൽ ഒരു കള്ളനും ഓടിളക്കി കുന്നേലി വീട്ടിൽ കയറിയിട്ടില്ല. പടിപ്പുരയും ഒരപ്പുരയും ചാവടിയും നടുമുറ്റവുമൊക്കെയുള്ള ഒരു കിടിലൻ ആന്റിക് വീട്ടിലേക്കാണ് താൻ വരാൻ പോകുന്നത്. മനു, പഴയ കാലൊന്നും അല്ല ഇത്. കഴിഞ്ഞ 2 വർഷങ്ങളിലും പ്രളയം സംഭവിച്ച നാടാണ്. പോരെങ്കിൽ മനുവിന്റെ വീടിനടുത്ത് ആ പുഴയുമില്ലേ? അച്ഛൻ പറയുന്നത് ആ വീട് മാറ്റി പുതിയത് വെക്കണമെന്നാ. എന്നിട്ട് മതി വിവാഹം എന്നാ അമ്മാവന്മാരും പറയുന്നത്. മാറ്റാനോ? എന്തൊരു മണ്ടത്തരമാണ് രമ്യ പറയുന്നത്. എന്റെ കാര്യം പോട്ടെ, അച്ഛൻ ഒരിക്കലും സമ്മതിക്കില്ല. മാത്രമല്ല ഈ കാര്യം അച്ഛനോട് പ്രസന്റ് ചെയ്യാൻ കൂടി എനിക്ക് കഴിയില്ല. മനു, എന്റെ അച്ഛൻ ഈ കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനുവിനറിയാലോ എന്റെ കാര്യം. എനിക്കാണെങ്കിൽ പഴയ വീടും തൊടിയും കെട്ടിടങ്ങളും ശീലങ്ങളും ഒന്നും പരിചയമില്ല. സത്യത്തിൽ എനിക്ക് പേടിയാ മനു, അറയും മച്ചും പലകയൊക്കെ ഉള്ളിടത്ത് താമസിക്കാൻ. രമ്യ, അപ്പോ നിനക്കും അവരുടെ അഭിപ്രായം തന്നെയാണല്ലേ? നമ്മുടെ വിവാഹം ഏകദേശം ധാരണയായതിനു ശേഷമാണ് നമ്മൾ പരിചയത്തിലായത്. ഇക്കാലത്തിനിടയ്ക്ക് ഞാൻ എന്നെ പറ്റിയും വീടിനെ പറ്റിയും ഒക്കെ പറഞ്ഞതല്ലേ. ഞാൻ കരുതിയത് നീ എനിക്കൊപ്പം ആ വീടിനെ സ്വീകരിച്ചു എന്നാണ്. എനിക്ക് തെറ്റി. ഞാൻ മനുവിനെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. എന്നാലും വിവാഹം നടക്കണമെങ്കിൽ വീട് മാറ്റണമെന്ന് പറഞ്ഞത് അത് കുറച്ച് കടന്ന കൈയായി പോയി രമ്യ. എനിക്ക് നല്ല ശമ്പളമുണ്ട്, അച്ഛന് പെൻഷനും കിട്ടുന്നുണ്ട്. ശ്രമിച്ച ഒരു ലോൺ എടുത്ത് ഒരു പുതിയ വീട് വാങ്ങാനോ വെക്കാനോ കഴിഞ്ഞേക്കും. പക്ഷേ അച്ഛനതൊന്നും സമ്മതിക്കില്ല രമ്യ. അദ്ദേഹത്തിന്റെ ജീവനാണ് ആ വീട്. അച്ഛൻ ആ വീടും തൊടിയും മരങ്ങളെയും ഒക്കെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുവെന്ന് എനിക്കറിയാം. പഴമയെ സ്നേഹിക്കുകയും പഴമയിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരാളോട് എങ്ങനെ ഞാനിതേപ്പറ്റി പറയുക? എനിക്കറിയില്ല. ഓക്കെ രമ്യ, ഞാൻ ഇറങ്ങട്ടെ. എന്തായാലും ഞാൻ ഒന്നുകൂടെ ആലോചിക്കട്ടെ. എന്തെങ്കിലും മാർഗം തെളിഞ്ഞു വരാതിരിക്കില്ല. ആരാ, മനുവാ? അതേച്ചാ, ഞാനാണ്. ഞാനൊരല്പം വൈകിപ്പോയി. അച്ഛൻ കാത്തിരുന്നു മുഷിഞ്ഞോ? ഹേയ്, എന്ത് മുഷിച്ചിലടോ. അച്ഛനീ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുക. ബാറ്ററി തീരാറായി. തീരെ ഒച്ചയില്ല. നാളെ മോൻ വരുമ്പോ 2 എണ്ണം വാങ്ങിത്തരണം. ഞാൻ എത്ര നാളായി പറയുന്ന അച്ഛാ, കരണ്ടി കുത്തുന്നൊന്ന് വാങ്ങിത്തരാമെന്ന്. അതാവുമ്പോ ബാറ്ററി തീരുന്നുള്ള പേടി വേണ്ടല്ലോ. അപ്പൊ കറണ്ട് പോയാ അച്ഛൻ എന്ത് ചെയ്യും? ബാറ്ററി ആയാൽ എപ്പോഴും കേൾക്കാമല്ലോ. അതൊക്കെ പോട്ടെ. നീ രമ്യയെ കണ്ടിരുന്നു? അവർക്ക് കുറച്ചാളുകൾ കൂടി ഇങ്ങോട്ട് വരാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. എന്തായത്? ഇങ്ങനെ നീണ്ടുപോയാൽ എങ്ങനെയാ മനു? നീ ഒരു കുടുംബമായി കഴിയുന്നത് കാണാൻ നിന്റെ അമ്മയ്ക്കോ ഭാഗ്യമുണ്ടായില്ല. എനിക്കെങ്കിലും ഉണ്ടാകുമോ അത്? അച്ഛൻ വെറുതെ ഓരോന്നാലോചിച്ച് BP കൂട്ടണ്ട കേട്ടോ. കൈ കഴുകി വാ, ഞാൻ കഞ്ഞി എടുക്കാം. ശരി. അച്ഛാ, കഞ്ഞി കുറച്ചുകൂടെ ഒഴിക്കട്ടെ? മതി മതി, തീരെ വിശപ്പില്ല. നിന്റെ അമ്മ ഉണ്ടാക്കിത്തരുന്ന കഞ്ഞിയും അമ്പഴങ്ങ അച്ചാറും ഒക്കെ എന്തൊരു സ്വാദായിരുന്നു. ഓരോ ദിവസം കൂടുന്തോറും ഓർമ്മയിൽ ആ സ്വാദേറി വരുന്നു. അവൾ പോയപ്പോൾ ഈ വീടും പറമ്പും മരങ്ങളും പശുക്കളും നമ്മളും എല്ലാം അനാഥരായി പോയതുപോലെ. മോനെ, വീടായാൽ ഒരു പെണ്ണു വേണം. പെണ്ണില്ലാത്ത വീട് കെട്ടുകിടക്കും. അതാണ് അച്ഛൻ പറയുന്നത്. നിനക്ക് ജീവിതം തുടങ്ങാൻ സമയമായി എന്ന്. പുഷ്പത്തിൻ തൽപ്പമങ്ങ് ഞാൻ വിരിക്കാം. ഒരു പുഷ്പം മാത്രം
ഹലോ. ഹലോ മനു, അച്ഛനോട് വീടിന്റെ കാര്യം പ്രസന്റ് ചെയ്തോ? എന്റെ അച്ഛന് ടൗണിൽ നല്ലൊരു വീട് കണ്ടുവച്ചിട്ടുണ്ട്. ഒരു 60-65 കിട്ടും. അത് വാങ്ങിയാലോ? വിവാഹം അവിടെ വെച്ച് നടത്താലോ? നടന്നു തന്നെ. എന്നാ വേറൊരു ഐഡിയ പറയട്ടെ. മനുവിന്റെ കമ്പനി നല്ല റെപ്യൂട്ടഡ് അല്ലേ? ബാങ്കുകാർ മനുവിന് നല്ല തുക ലോണായി തരും. നമുക്ക് ആ പഴഞ്ച വീട് തട്ടിയിട്ട് നല്ല ഒന്നാം തരം ഒരു കണ്ടംപററി വീട് വെച്ചാലോ? അതാവുമ്പോ അച്ഛന്റെ വിഷമവും മാറും. പുതിയ വീട് പഴയ തൊടി തന്നെയല്ലേ? എന്തു പറയുന്നു? ആ രമ്യ, പറയുന്നതൊക്കെ ശരി തന്നെ. പക്ഷേ ഞാനിത് എങ്ങനെയാടോ അച്ഛനോട് പറയാ? ആ നോക്കട്ടെ, എന്തേലും ഒരു മാർഗം. ഞാനേ തന്നെ പിന്നെ വിളിക്കാം കേട്ടോ. ശരി ശരി എന്നാ. ഓ, എന്തൊരു കഷ്ടമായത്. വീട് വിളിക്കുന്ന കാര്യം ഞാൻ എങ്ങനെ അച്ഛനോട് ആവശ്യപ്പെടും? വിവാഹം കഴിക്കാനായി സ്വന്തം വീട് തകർക്കുകയോ? വേണ്ട, എനിക്ക് ഈ വിവാഹമൊന്നും വേണ്ട. എന്നാലും എൻ്റെ രമ്യ, ഞാൻ അവളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. ഒന്ന് കൃഷ്ണേട്ടനെ വിളിച്ചു നോക്കാം. കൃഷ്ണേട്ടനെ കൊണ്ട് പറയിപ്പിച്ച ചിലപ്പച്ച സമ്മതിച്ചേക്കും. ഹലോ. ആ കൃഷ്ണേട്ടാ, ഞാൻ മനുവാണേ. ആ മനസ്സിലായി. മോനെ പറ, എന്തേ ഈ രാത്രിയിൽ പതിവില്ലാതൊരു വിളി? അത് പിന്നെ കൃഷ്ണേട്ടാ, കല്യാണക്കാരിയൊക്കെ ശരിയായി വരുന്നുണ്ട്. കൃഷ്ണേട്ടൻ അറിയാലോ അല്ലേ? അതെ, അച്ഛൻ പറഞ്ഞിരുന്നു. പക്ഷെ എന്താ മോനെ ഇതിങ്ങനെ നീണ്ടു പോകുന്നത്? ദാസേട്ടന് നല്ല വിഷമമുണ്ട് കേട്ടോ. അത് പിന്നെ കൃഷ്ണേട്ടാ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് പറയാനാ ഞാനിപ്പോ വിളിച്ചത്. കൃഷ്ണേട്ടൻ എന്നെ ഒന്ന് സഹായിക്കണം. രമ്യയുടെ വീട്ടുകാർക്ക് ഈ വിവാഹത്തിന് എതിർപ്പൊന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ പഴയ ഈ വീടാണ് പ്രശ്നം. വീട് പ്രശ്നം? ആ അതെ, അവരെന്നെ നിർബന്ധിക്കുക വീട് മാറ്റി പണിയാൻ. കൃഷ്ണേട്ടൻ അറിയാലോ അച്ഛന്റെ സ്വഭാവം. ഇതൊരിക്കലും അച്ഛൻ സമ്മതിക്കില്ല. ഇതിപ്പോ എന്ത് കഥയാ മോനെ? പഴയതാണെങ്കിലും ആ വീടിന് ഒരു കുഴപ്പമില്ലല്ലോ. നിങ്ങൾ ചെറുപ്പക്കാരുടെ ഭവന സംസ്കാരം എന്താണ് ഇങ്ങനെയായി പോയത്? കുന്നേൽ വീട് പോലെ ഐശ്വര്യമുള്ള വേറെ ഒന്ന് നമ്മുടെ ഗ്രാമത്തിലുണ്ടോ? പറഞ്ഞിട്ടെന്ത് കാര്യം? കാലം ഒരുപാട് മാറിപ്പോയില്ലേ. കാലത്തിന്റെ വേഗത്തിനൊപ്പം എത്താനാവാതെ ഞങ്ങളെപ്പോലുള്ള ചിലരുണ്ട് ഇങ്ങനെ പാതി വഴിയിൽ നിൽക്കുന്നു. കൃഷ്ണേട്ടാ, പഠിപ്പുര മാളികയും 4 കെട്ടും കുളവും നാട്ടിൻപുറത്തെ നന്മകളും ഒന്നും ആർക്കും വേണ്ട. പഴയതൊക്കെയും പുതുക്കണം. ഞാൻ എന്ത് പറയാൻ? അല്ല മനു, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? കൃഷ്ണേട്ടൻ എങ്ങനെയെങ്കിലും അച്ഛനെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കണം. കൃഷ്ണേട്ടൻ പറഞ്ഞ അച്ഛൻ കേൾക്കും. പുതിയൊരു വീടുണ്ടാക്കാൻ 50 ലക്ഷം ലോണ് തരാമെന്ന് ബാങ്കുകാർ പറഞ്ഞിട്ടുണ്ട്. 50 ലക്ഷം ലോണോ? ശരി, ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട്. ഞാനൊന്ന് സംസാരിക്കട്ടെ അച്ഛനോട്. ശരി കൃഷ്ണേട്ടാ, അപ്പൊ നാളെ കാണാം. ഓ. കൃഷ്ണ, നീ എന്താ ഈ പറയുന്നത്? ഈ വീട് പൊളിക്കാനോ? മനു അങ്ങനെ പറഞ്ഞോ? അവൻ പിച്ചവെച്ച് നടന്ന വീടല്ലേ ഇത്? എന്റെ ജാനകി ജീവിച്ചു മരിച്ച ഈ 4 കെട്ട് പൊളിക്കുകയോ? ഇല്ല, ഈ ജന്മത്തിൽ അതുണ്ടാവില്ല. കൃഷ്ണ, എനിക്ക് ഇനി അധികം കാലമില്ല. മരണം വരെയും ഈ വീട് കാണണമെന്നാണ് എന്റെ ആഗ്രഹം. മാഷേ, എനിക്കറിയുള്ളതല്ലേ നിങ്ങൾക്ക് ഈ വീടിനോടും പറമ്പിനോടുള്ള ആത്മബന്ധം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. വിറക് പെറുക്കി സ്ഥാനം നോക്കി കുറ്റിയടിക്കാൻ ആശാരി വന്നത്. ആദ്യം തെക്കേ തൊടി സ്ഥാനം കണ്ടു. അപ്പോഴാണ് പുളിച്ചുമാവ് വെട്ടിമാറ്റി അവിടെ വിറക് പുരമണിയണ്ട എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചത്. പിന്നെ ഒരപ്പൊരയ്ക്ക് പിന്നിൽ നോക്കി മഹാഗണിയും അമ്പഴവും കളഞ്ഞിട്ട് അവിടെയും വിറക് പുര വേണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. അവസാനം കുളക്കടവിനടുത്തായി വിറക് പുര. അതെ കൃഷ്ണ, ഞാൻ ഇവിടെയുള്ള സർവ്വതിനെയും സ്നേഹിക്കുന്നു. പഴമയിൽ ജീവിച്ച് പഴമയിലേക്കാണ് എന്റെ യാത്ര. ഈ തൊടിയിലെ മിക്ക വൃക്ഷങ്ങളും ഞാനും എന്റെ അച്ഛനും നട്ടുപിടിപ്പിച്ചതാ. കാരണവന്മാർ ദാനമായി എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ് ഈ വീടും തൊടിയും. ഭദ്രമായി അത് അടുത്ത തലമുറയിലേക്ക് കൈമാറണമെന്നാണ് എന്റെ ഇഷ്ടം. അങ്ങനെയുള്ള ഈ വൃദ്ധനോട് ഇങ്ങനെ ആവശ്യപ്പെടുന്നത് കഷ്ടമല്ലടോ കൃഷ്ണ? മാഷെ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല. പഴയ കാലമൊക്കെ പോയില്ലേ മാഷെ? പഴമയും അതിന്റെ പ്രൗഢിയുമൊക്കെ ഇപ്പൊ ആർക്ക് വേണം?
നമ്മെ പോലത്തെ ചില പഴഞ്ചന്മാർക്ക് മതി ഇതൊക്കെ. അതുകൊണ്ട് മാഷ് അതങ്ങ് സമ്മതിച്ചു കൊടുത്തേക്ക്. മോനോട് മുഷിയാൻ നിൽക്കണ്ട. നമ്മളായിട്ട് ആലോചിച്ച ബന്ധമല്ലേ ഇത്. അതങ്ങ് സമ്മതിച്ചേക്ക് മാഷേ. അച്ഛാ, അച്ഛനിത് എന്തു പറ്റി? എണീക്കൂ, കാപ്പി കുടിക്കാം. ഹേയ്, എനിക്കൊന്നുമില്ല മോനെ. അല്ല, 2 ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. എന്താണടോ നിനക്ക് സംഭവിച്ചത്? അത് ഒന്നുമില്ല അച്ഛാ, വെറുതെ തോന്നുക. ദാ കാപ്പി, അച്ഛൻ കുടിക്കൂ. ആ, ഇന്നിവിടെ കൃഷ്ണൻ വന്നിരുന്നു. ഓ, മനു, നമ്മൾ തമ്മിൽ എന്തെങ്കിലും അകൽച്ചയുണ്ടോ മോനെ? നിനക്ക് പറയാനുള്ളത് എന്നോട് തുറന്നു പറയാമായിരുന്നില്ലേ? അച്ഛാ, എനിക്കതിന് ധൈര്യം വന്നില്ല അച്ഛാ. മോനെ, ഈ വിവാഹം നടക്കാൻ ഈ വീട് മാറ്റി പുതിയത് വെക്കുകയല്ലാതെ ഒരു മാർഗവുമില്ലേ? അച്ഛാ, അത് രമ്യക്ക് അവയ്ക്ക് വീട്ടിൽ താമസിക്കാൻ ഇഷ്ടമില്ല അച്ഛാ. അപ്പൊ നിനക്കോ? എനിക്ക് രമ്യയെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണ്. എന്നാൽ എന്റെ അച്ഛന്റെ മനസ്സ് വേദനിപ്പിച്ച് എനിക്ക് വിവാഹം വേണ്ട അച്ഛാ. മനു, നീ എന്നെ അതിവിദഗ്ധമായി കീഴ്പ്പെടുത്തിയിരിക്കുന്നു മോനെ. മോനെ, അച്ഛൻ അല്പം വിശ്രമിക്കട്ടെ. നമുക്ക് നാളെ സംസാരിക്കാം. ഞാനൊന്ന് ഉറങ്ങട്ടെ. കിടന്നോളൂ അച്ഛാ. അങ്ങനെ ഞാന് ഈ വിരിപ്പ് പുതപ്പിച്ചു തരാം. മാഷെ, എന്താണിങ്ങനെ വലിയൊരാലോചന? എന്താ, എന്തേലും വിഷമുണ്ടോ? ഒരു ഉഷാറുമില്ലല്ലോ നിങ്ങക്ക്. ഹേയ്, ഒന്നുമില്ല ജാനകി, ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. നിങ്ങൾക്കെന്തോ വിഷമം തട്ടിയിട്ടുണ്ട്. എനിക്കറിയില്ലേ നിങ്ങളെ. ഒരു ചെടി വാടിയാ പോലും സങ്കടപ്പെടുന്ന ആളല്ലേ നിങ്ങള്. പറയൂ, എന്താണ്? പറയൂ ജാനകി. നീ എത്ര ഭാഗ്യവതിയാണോ. നിനക്കിതൊന്നും അറിയണ്ടല്ലോ. ഇവിടെ നടക്കുന്നതൊന്നും കണ്ടും കേട്ടും നിനക്ക് കണ്ണു നനയ്ക്കേണ്ടതില്ലല്ലോ. എന്തിനാണ് ഇങ്ങനെ ചെറിയ കുട്ടികളെ പോലെ സങ്കടപ്പെടുന്നത്? അല്ലെങ്കിൽ തന്നെ എന്താണ് ഇവിടെ ഉണ്ടായത്? നമ്മുടെ മനുവിന്റെ വിവാഹമല്ലേ വരുന്നത്. സന്തോഷിക്കല്ലേ വേണ്ടത്. സത്യത്തിൽ നിങ്ങളാണ് ഭാഗ്യവാൻ. എന്റെ മഹാഭാഗ്യം നീയായിരുന്നു. അത് കൈമോശം വന്നു പോയിരിക്കുന്നു. എനിക്കും നിന്റെ അടുത്തേക്ക് വരേണ്ടിയിരുന്നു ജാനകി. ഓ, മതി മതി മതി. നമ്മുടെ മകന്റെ ഒപ്പം ഒരുപാട് കാലം താമസിച്ചിട്ട് പതിയെ വന്നാ മതി ഇങ്ങോട്ട്. ജാനകി, നീ അറിഞ്ഞുവോ? മനുവിന്റെ പെൺവീട്ടുകാർ പറഞ്ഞത് പഴകിയ ഈ വീട്ടിലേക്ക് കുട്ടിയെ അയക്കില്ല എന്ന്. വീട് പൊളിച്ച് മറ്റൊന്ന് വെച്ചാലേ വിവാഹം നടക്കൂ എന്ന്. എന്നിട്ട് നിങ്ങളെന്തു പറഞ്ഞു? ഞാനെന്തു പറയാൻ? എനിക്ക് വയസ്സായില്ലേ ജാനകി. മാത്രമല്ല, എത്ര ആലോചനകൾക്ക് ശേഷമാ അവനിതൊരെണ്ണം ചേർന്ന് വന്നത്. വീടിന്റെ കാര്യം കൊണ്ട് ഇത് മുടങ്ങിയാൽ. ജാനകി, നീ തന്നെ പറയൂ, ഞാൻ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്? ഓ, നിങ്ങൾ ഇനി ഒന്ന് ചിന്തിച്ച് തല പോവേക്കണ്ട. ഒരു തീരുമാനത്തിനായി തിരയുകയും വേണ്ട. അതങ്ങ് സമ്മതിച്ചേക്കും മാഷേ. ഇടിച്ചു നിരത്തുകയോ പൊളിക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്യട്ടെ. നല്ലൊരു മുറി ചാവടിപ്പുരയിൽ ഉണ്ടല്ലോ, നിങ്ങൾക്കതുപോലെ. ശരി ജാനകി, നീ പറയും പോലെ, എല്ലാം നീ പറയും പോലെ. നിങ്ങൾ ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയെ പോലെ തന്നെ. കഞ്ഞി കുടിച്ചോ നിങ്ങള്? ദേ, ആ നീളം വരെയുള്ള കുപ്പായ എത്ര പിന്നിയിരിക്കുന്നു. അതൊന്ന് മാറ്റിക്കൂടെ? എത്ര നാളായി ഇതിട്ട് നടക്കുന്നു. ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ? ആ, ഉറങ്ങിയോ? നല്ല ആളാ. ഉറങ്ങിക്കോളൂ, സമാധാനമായി ഉറങ്ങിക്കോളൂ. കൃഷ്ണേട്ടാ, രാവിലെ മുതൽ അച്ഛന് നിർബന്ധം ഇങ്ങോട്ട് വരണമെന്ന്. അവിടെ പണിക്കാർ വീട് വിളിച്ചുകൊണ്ടിരിക്കുക. അവിടെ നിൽക്കാൻ അച്ഛൻ എന്തോ ഒരു മടി. മാത്രമല്ല, നല്ല പൊടിയും ശബ്ദമൊക്കെ ഉണ്ടേ. എന്തായാലും 2 ദിവസം അച്ഛൻ ഇവിടെ നിൽക്കട്ടെ. അപ്പോഴേക്ക് ഞാൻ ആ ചാവടിപ്പുരയൊക്കെ കുമ്മായൊക്കെ പൂശി ഒന്ന് ശരിയാക്കിയിടാം. അതിനെന്താ മോനെ,
എനിക്കൊരു കൂട്ടായല്ലോ, വളരെ സന്തോഷം. ആ പിന്നെ മനു, ആ ലോണിന്റെ കാര്യമൊക്കെ എവിടം വരെയായി? ആ അതൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഫൗണ്ടേഷൻ കഴിഞ്ഞാലുടൻ ആദ്യ ഗഡു കിട്ടും. അച്ഛാ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ. ശരി മോനെ. അപ്പോൾ ശരി കൃഷ്ണേട്ടാ, ഞാൻ ഇറങ്ങട്ടെ. ശരി ശരി. അപ്പൊ മാഷേ, നിങ്ങൾ അതിന് സമ്മതിച്ചല്ലേ? അതെന്തായാലും നന്നായി. അവന്റെ ആഗ്രഹമല്ലേ, നടക്കട്ടെ. എന്റെ വേദന എന്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ കൃഷ്ണ. ഹലോ മനു, ഹലോ. എന്തായി? കുന്നേൽ കൊട്ടാരം പൊളിക്കാൻ തീരുമാനമായോ? തീരുമാനമായൊന്നു പൊളിച്ച് അടുക്കി വെച്ചിട്ടുണ്ട്. പണി ഉടൻ തുടങ്ങണം. പിന്നെ അച്ഛനെ കൃഷ്ണേട്ടൻ്റെ വീട്ടിലാക്കിയതുകൊണ്ട് സമാധാനമായി. അതെ, ലാൻഡ്സ്കേപ്പ് ചെയ്യുമ്പോൾ എന്നോടൊന്ന് പറയണേ. മുറ്റമൊക്കെ ചെറുത് മതിട്ടോ. ഇപ്പോഴത്തെ കാലത്ത് ആർക്കാ മുറ്റം വൃത്തിയാക്കാനും മറ്റും സമയം? ആ ശരി ശരി, എല്ലാം തൻ്റെ ഇഷ്ടം പോലെ. ആ ദേ, ആ കൃഷ്ണേട്ടൻ്റെ കോള് വെയിറ്റിങ്ങിലുണ്ട്. താനൊന്ന് കട്ട് ചെയ്തേ, ഞാൻ അതൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ കേട്ടോ. ഹലോ ഹലോ കൃഷ്ണേട്ടാ, ആ പറയൂ. എന്ത് സിറ്റി ഹോസ്പിറ്റലോ? അച്ഛൻ എന്ത് പറ്റി കൃഷ്ണേട്ടാ? ആ ശരി ശരി, ഞാനിതാ ഇറങ്ങി. ദൈവമേ, എൻ്റെ അച്ഛൻ എന്ത് പറ്റി? കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടാ, എവിടെ എവിടെ എൻ്റെ അച്ഛൻ? എന്താ സംഭവിച്ചത്? പറയൂ കൃഷ്ണേട്ടാ. മോനെ, ദാസൻ മാഷ് പോയി. കൃഷ്ണേട്ടാ, അച്ഛൻ അമ്മ വിട്ടുപോയി. അച്ഛാ, അച്ഛാ, തൊട്ടു. അച്ഛാ, എനിക്കിനി ആരുണ്ട്? അച്ഛാ, എന്റെ ദൈവമേ, ഞാൻ എന്തൊരു നിർഭാഗ്യവാനാണ്. കൃഷ്ണേട്ടാ, ഞാനിനി എന്ത് ചെയ്യും കൃഷ്ണേട്ടാ? എനിക്ക് എന്റെ അച്ഛനെ ഒന്ന് കാണാൻ കൂടി കഴിഞ്ഞില്ലല്ലോ. അച്ഛാ, മോനെ, തല കറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോഴാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അയ്യോ അച്ഛാ. പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും രാവിലെ മുതൽ ആകെ മാനതയായിരുന്നു. വിദ്യയാണിത്. വീടിന്റെ കാര്യമൊക്കെ ഓർത്തിരിക്കണം. ഇനി ആരോട് പറയാം, എന്തു പറയാൻ? അയ്യോ, എന്റെ അമ്മയും പോയി, ഇപ്പൊ എന്റെ അച്ഛനും പോയി കൃഷ്ണേട്ടാ. അവരുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ആ വീടും പോയില്ലേ. ഞാനിനി എന്ത് ചെയ്യും കൃഷ്ണേട്ടാ? എന്ത് ചെയ്യും ഞാൻ? മോനെ, സമാധാനിക്കും. അച്ഛാ, വാ, ഇനി ഇപ്പൊ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. പതിനാറ് ദിവസത്തെ ബലി കഴിഞ്ഞു. അദ്ദേഹം പോകേണ്ട സമയത്ത് തന്നെയാ പോയത്. ആയുസ്സെത്തിയുള്ള മരണം. മനു, മോനിങ്ങനെ ചടഞ്ഞുകൂടി ഇരിപ്പ് തുടങ്ങിയിട്ട് എത്ര ദിവസമായി? കാലം മായ്ക്കാത്ത ഒരു മുറിവുകളും ഇല്ല. എല്ലാം പഴയതുപോലെ ആവാൻ ശ്രമിക്കണം. അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മനുവിന്റെ വിവാഹം. അതുകൊണ്ട് വീട് പണി ഉടൻ തുടങ്ങണം. ആണ്ടുബലി കഴിഞ്ഞാ വിവാഹം. അച്ഛന്റെ സ്ഥാനത്ത് ഞാനുണ്ട്. എല്ലാം ശരിയാവും മോനെ. ഒന്നും ശരിയാകില്ല കൃഷ്ണേട്ടാ, ഒന്നും. എല്ലാം പോയി കൃഷ്ണേട്ടാ, എല്ലാം പോയി. മോനെ, എന്തുണ്ടായി എന്ന് പറയൂ. പറയാം, എല്ലാം ഞാൻ പറയാം. അച്ഛൻ്റെ സഞ്ചയനത്തിൻ്റെ അന്ന് എനിക്ക് ഓഫീസിൽ നിന്നൊരു ഫോൺ കോൾ വന്നിരുന്നു. ഞങ്ങളുടെ പ്രൊഡക്റ്റിൽ മനുഷ്യർക്ക് ഹാനികരമായ എന്തിൻ്റെയോ അളവ് കൂടുതലാണത്രേ. ലാഭം നന്നേ കുറഞ്ഞു. അതുകൊണ്ട് കമ്പനി നഷ്ടത്തിലാണെന്നും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. കമ്പനി 45ഓളം ജൂനിയേഴ്സിനെ നിർബന്ധപൂർവം രാജിവെപ്പിക്കുകയാണെന്നാണ് അറിഞ്ഞത്. ഏറ്റവും ജൂനിയർ ആയവരാണ് പുറത്തു പോവുക. ഞാനും അത് പെടും കൃഷ്ണേട്ടാ. എനിക്കിനി ജോലിയില്ല, അത് നഷ്ടമായിരിക്കുന്നു. ഓ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്. മനു, ഓ വിഷമിക്കാതിരി. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും എല്ലാറ്റിനും. കൃഷ്ണേട്ടാ, ഈ ജോലി കണ്ടിട്ടല്ലേ കൃഷ്ണേട്ടാ ഞാൻ ഇത്രയും വലിയ തുക ലോൺ എടുക്കാൻ തീരുമാനിച്ചതും എന്റെ വീട് പൊളിച്ചതും? ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും? ഓ വിഷമിക്കാതിരിക്കെ. ഈ പറമ്പ് ബാങ്കിൽ ഈട് കൊടുത്താൽ അവര് ലോൺ തരില്ലേ? പിന്നെ രമ്യയുടെ വീട്ടിൽ നിന്നും എന്തെങ്കിലും സഹായം കിട്ടാതിരിക്കില്ലല്ലോ. എല്ലാം നന്നായി വരുമെന്ന് വിചാരിക്കും മോനെ. രമ്യ, കൃഷ്ണേട്ടൻ അറിയോ?
അവൾ എന്നെ കുറച്ച് ദിവസമായിട്ട് വിളിക്കാറ് പോലുമില്ല. ഞാൻ വിളിച്ചാലൊട്ട് ഫോൺ എടുക്കാറുമില്ല. ജോലി നഷ്ടപ്പെട്ടതുകൊണ്ട് ലോണ് തരാനാവില്ലെന്ന് മാനേജർ പറഞ്ഞതൊക്കെ അറിഞ്ഞാണ്. ഞാനിതൊക്കെ അനുഭവിക്കണം. ഒരു നല്ല വീടുണ്ടായിരുന്നത് പലരുടെയും വാക്ക് കേട്ട് നാശിപ്പിച്ചില്ലേ? എനിക്കിനി ജീവിക്കണ്ട കൃഷ്ണേട്ടാ, എനിക്കിനി ജീവിക്കണ്ട. നല്ലതെന്തെന്നറിഞ്ഞിട്ടും തെറ്റിലേക്ക് നടന്നു നീങ്ങിയവനാണ് ഞാൻ. സ്വന്തം എന്ന് പറയാൻ എനിക്കിനി ആരുണ്ട്? ഞാൻ ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോവുകയാണ് കൃഷ്ണേട്ടാ, ഞാൻ പോവുകയാണ്. എങ്ങോട്ടും പോണ്ട, ഞാൻ എങ്ങോട്ടും വിടുകയില്ല. മാഷിന്റെ മോൻ എന്റെയും മോനല്ലേ. നീ എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് വാ. കുന്നേൽ വീടിന്റെ അത്രയും വിശാലമല്ലെങ്കിലും ഒരാൾക്ക് കൂടി താമസിക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ട്. വയസ്സുകാലത്ത് ദൈവം എനിക്കൊരു മകനെ തന്നു എന്ന് ഞാൻ കരുതിക്കോളാം. മോൻ വാ. ദേ, ഇത് കണ്ടോ, ഒരു കത്ത. ഇതിന്റെ വിലാസം മോൻ കണ്ടോ? ദാസൻ നായർ, കുന്നേൽ വീട്, കടിച്ചുകുളങ്ങര പോസ്റ്റ്. മോന്റെ അച്ഛനുള്ളതാ. സത്യത്തിൽ ഞാൻ ഇത് തരാനാണ് ഇങ്ങോട്ട് വന്നത്. വീടില്ലെങ്കിലും വിലാസക്കാരനില്ലെങ്കിലും കത്ത് ശിപായിക്ക് വരാതിരിക്കാനാവില്ലല്ലോ. കത്തുകൾ വല്ലപ്പോഴും ഇനിയും വരും. ഇനി വരാനുള്ളത് മനുവിന്റെ വിലാസത്തിലാണ്. കൃഷ്ണേട്ടാ, ഇനി വരാനുള്ള കത്തുകളെല്ലാം മനുവിന്റെ വിലാസത്തിലാണ്. വിലാസമില്ലാതെ ഒരു കത്തും വീട് കാണാതെ ഒരു തപാൽ ശിപായിയും മടങ്ങരുത്. മോന്റെ അച്ഛന് ഇഷ്ടപ്പെട്ട വീടല്ലേ പോയിട്ടുള്ളൂ. തൊടി ഇനി ഇവിടെ ബാക്കിയുണ്ട്. പതുക്കെ മറ്റൊരു ജോലി, പിന്നെ പതിയെ മനോഹരമായ ആ കുന്നേൽ വീട് പുനർനിർമ്മിക്കണം, പഴയപടി. അപ്പോ അച്ഛനും അമ്മയും അതൊക്കെ കണ്ട് സന്തോഷിക്കും. മോന്റെ അച്ഛനെ പോലെ പഴമയിലേക്ക് തിരികെ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വൃദ്ധന്റെ ആഗ്രഹമാണിത്. കൃഷ്ണേട്ടാ, നിങ്ങൾ എൻ്റെ കണ്ണു തുറപ്പിച്ചു. ഞാൻ പണി കഴിപ്പിക്കും. ഞാൻ ഇടിച്ചു നിരത്തിയ എൻ്റെ ആ പഴയ വീട്. ഈ ജന്മത്തിൽ എൻ്റെ ലക്ഷ്യമിനി അതായിരിക്കും. എൻ്റെ അച്ഛനമ്മമാരുടെ ഓർമ്മകൾ പേറുന്ന ആ വീടാണിനി എൻ്റെ സ്വപ്നം. പഴമയുടെ പ്രൗഢി പേറുന്ന ആ കുന്നേൽ വീട്, പഴമയിലേക്ക് നടക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു വീട്. അച്ഛാ, മാപ്പ്, മാപ്പ്, മാപ്പ്. ആത്മബന്ധനങ്ങളുടെ വീട് നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. രചന ഉന്മേഷ് മാപ്പിളശ്ശേരി. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ദാസൻ മാസ്റ്റർ KC കരുണാകരൻ പേരാമ്പ്ര, കൃഷ്ണൻ VK രവി കൊയിലാണ്ടി, മനു M വിനീന്ദ്രൻ, ജാനകി കോടേരി ലക്ഷ്മി, രമ്യ RS ദിവ്യ. സംവിധാനം മാത്യു ജോസഫ്. സഹായം P നിഷ. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.